നമ്മുടെ മെഡിറ്റേഷന്റെ 3 ഡേ പ്രോഗ്രാമിലെ ഒന്നാം ദിവസമാണിത്. 3 ദിവസത്തെ മെഡിറ്റേഷൻ പ്രോഗ്രാമിലെ ഒന്നാമത്തെ ദിവസമാണ് ഇന്ന്. മെഡിറ്റേഷൻ എന്നത് ധ്യാനം എന്നതിന് മലയാളത്തിൽ പറയാം. നമ്മുടെ മനസ്സ് അതൊരു അത്ഭുത പ്രതിഭാസമാണ്. ആ മനസ്സിനെ കൈകാര്യം ചെയ്യുന്നിടത്ത് നമുക്കുള്ള അറിവുകേടോ ആണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സങ്കടവും ഒക്കെ സമ്മാനിക്കുന്നു. വലിയ പ്രയാസമുള്ള സമയത്തും നല്ല ആത്മവിശ്വാസത്തോടെയും മനസമാധാനത്തോടെയും ഇരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സിനെ കൈകാര്യം ചെയ്യുന്നിടത്തുള്ള നമ്മുടെ പ്രാവീണ്യം നമ്മുടെ കഴിവാണ്. എന്നാൽ വലിയ സന്തോഷമുള്ളതിനിടയിൽ പോലും വെപ്രാളപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അതിൻ്റെ ഇടപാടിൻ്റെ പ്രധാന കേന്ദ്രം. ഇവിടെ ചിലപ്പോൾ കാണാം, ഒരാളുടെ മകളുടെ അല്ലെങ്കിൽ മകന്റെ കല്യാണം നടക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് ക്യാഷ് ചെലവിട്ടു, ഒരുപാട് മെനക്കെട്ടു. എന്നിട്ട് ആ സമയം ചിലർ സന്തോഷിക്കുന്നത് കാണും, ചിലർ വെപ്രാളപ്പെടുന്നത് കാണും. ഇങ്ങനെ പലയിടത്തും ഇതിൻ്റെ ഉദാഹരണങ്ങൾ കാണാം. നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി ചിലർ സന്തോഷിക്കുന്നു, ചിലർ സങ്കടപ്പെടുന്നു. ഒരേ ആംഗിളിൽ തന്നെ വ്യത്യസ്ത ആൾക്കാർക്ക് വ്യത്യസ്ത മനോഭാവം കാണാം. സങ്കടപ്പെടാനും സന്തോഷിക്കാനും ഒരേ സമയം സാധ്യത ഉള്ളതെന്നുള്ളതിന് ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. ഇപ്പൊ വീട്ടിൽ കൂടൽ നടക്കുകയാണ്. സ്വന്തം അടിപൊളി നല്ല ഉഷാറ് വീടുണ്ടാക്കി, ഭംഗിയുള്ള വീടുണ്ടാക്കി. ആ വീട് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ഒരാൾ സന്തോഷിക്കുന്നു. കാരണം എനിക്കൊരു വീടുണ്ടായല്ലോ, ആ വീട്ടിൽ എനിക്ക് സ്വയം താമസിക്കാമല്ലോ എന്നാലോചിച്ച് അദ്ദേഹം സന്തോഷിക്കുന്നു. എന്നാൽ അതേപോലെയുള്ള മറ്റൊരാൾ സങ്കടപ്പെടുന്നു. അയാൾ സങ്കടപ്പെടുന്നത് ഇത്രയും നല്ല ഒരു വീട്ടിൽ വെച്ച് എന്നെ 3 തുണിയിൽ പൊതിഞ്ഞ് കണ്ണിലും മൂക്കിനും ഒക്കെ പരുത്തി വെച്ച് ഒരു മയ്യത്തായിട്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്ന ഒരു ദിവസം വരുമല്ലോ, ഇതാലോചിച്ച് സങ്കടപ്പെടുന്നവരാൾ. ഇങ്ങനെ വ്യത്യസ്തമായ ഇത് കാണാം. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സന്തോഷിക്കാനും സങ്കടപ്പെടാനൊക്കെ കാരണമാകുന്നത് പലപ്പോഴും മനസ്സാണ്. ഇസ്ലാമിക ദൃഷ്ടിയ ഒരാൾക്കൊരു സംഭവം, ഒരു മുസീബത്ത്, ഒരു അപകടം, ആക്സിഡന്റ്, ഒരു പ്രയാസം ഉണ്ടായാൽ അദ്ദേഹം സമീപിക്കേണ്ട സമീപന രീതി ഖുർആൻ പരിചയപ്പെടുത്തുന്നത് കാണാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ഒരു സെന്റൻസ്, ഈ ഒരു പ്രസ്താവന അത് ഉപയോഗപ്പെടുത്തിയിട്ട് മനസ്സിന്റെ വേദനയെ പരമാവധി നിർമാർജനം ചെയ്യുക, സമാധാനം മനസ്സിലേക്ക് വലിച്ചു കൊണ്ടുവരിക. അങ്ങനെ ചെയ്യണമെന്നാണ്. അങ്ങനെ ചെയ്താൽ പിന്നീട് ധാരാളം നന്മ വീണ്ടും അതിന് പകരം നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ നന്മ നൽകപ്പെടുമെന്നാണ്. അതിൻ്റെ അർത്ഥം നാം മനസ്സിനെ കൈകാര്യം ചെയ്യാൻ അങ്ങനെയും ഉപയോഗപ്പെടുത്താം എന്നുകൂടിയാണ്. അപ്പോൾ മനസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് വിഷയം. ഇതിന് സഹായകമാകുന്നതാണ് ആരാധനകൾ, വിശ്വാസം, നമ്മുടെ ദിക്റുകൾ, അതുപോലെയുള്ള ഓരോന്നും ഇതിന് സഹായകമാണ്. എന്നാൽ മെഡിറ്റേഷൻ എന്നതൊരു സാങ്കേതിക പ്രയോഗമാണ്. ആ മെഡിറ്റേഷന്റെ സ്വഭാവം എന്ന് വളരെ ചുരുങ്ങിയ വാക്കിൽ, എല്ലാവർക്കും സൗണ്ട് കുറവുണ്ടോ? സൗണ്ട് കുറവുള്ളവര് സൗണ്ട് ക്ലിയർ ഉള്ള ആൾക്കാർ ഒന്ന് ക്ലിയർ ഉണ്ട് എന്ന് ടൈപ്പ് ചെയ്യോ? സൗണ്ട് കുറവുള്ള ആൾക്കാർ ക്ലിയർ ഉണ്ട്. ഓക്കെ. അപ്പൊ കുറവുള്ള ആൾക്കാർ അവരുടെ ഡിവൈസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ്. ഇവിടുത്തെ സിസ്റ്റത്തിന്റെ കുറവാണ്, പിന്നെ എല്ലാവർക്കും കുറവായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ ക്ലാസ് എന്നാൽ ഇത് കിട്ടാൻ സാധിക്കും. അപ്പോ സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടുത്തെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണെങ്കിൽ പിന്നെ എല്ലാവർക്കും കുറയണം. അതാണ് അതിന്റെ കണക്ക്. ഓക്കെ. അപ്പോ ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്ന മാർഗനിർദ്ദേശം ഒന്ന് കേൾക്കുക. ഇതേ സമയം തന്നെ എന്ത് ചെയ്യാം,
അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ക്ലിയർ ആണ്. ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ പേർക്ക് കുറവുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് പരിഹാരം അവരവരുടെ ഡിവൈസ് ഒന്നുകൂടി ക്ലിയർ ആക്കിയാൽ മതി. കാരണം ഇവിടെ ക്ലിയർ ആണ് ഇപ്പോൾ. അപ്പോ സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഓക്കെ, മെഡിറ്റേഷന് വേണ്ടി നൽകുന്ന നിർദ്ദേശം അത് ആദ്യം ഒന്ന് ഇപ്പൊ തന്നെ ശ്രദ്ധിക്കുക. ഇരിക്കുമ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് നല്ല സ്റ്റേൺ ആയി ഇരിക്കാൻ പറ്റുന്നിടത്ത് ഇരുന്നാൽ, കൈയൊക്കെ ഫ്രീ ആക്കിയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുക. മറ്റ് അപശബ്ദങ്ങൾ ഇല്ലാതിരുന്നാൽ വളരെ നന്നാകും. മെഡിറ്റേഷന്റെ പ്രധാന നേട്ടങ്ങൾ: ഒന്ന്, മനസ്സ് ഓക്കെ മനസ്സ് കൺട്രോൾഡ് ആവുന്നു. അതുപോലെ മനസ്സ് ക്ലിയർ ആകാൻ ഉപയോഗപ്പെടുന്നു. മനസ്സിന് കൂടുതൽ എഫക്റ്റ് ചെയ്യും, ഗുണപരമായി എഫക്റ്റ് ചെയ്യുന്നു. അത് മനസ്സിലെ പെയിനുകൾ കളയാൻ പലപ്പോഴും ഉപകാരപ്പെടാറുണ്ട്. ഇതൊക്കെയാണ് മെഡിറ്റേഷൻ. ഇനി ധാരാളം ഗുണങ്ങളുണ്ട്. ഇതൊക്കെയാണ് മെഡിറ്റേഷന്റെ ഒരു പൊതുവായ ഗുണങ്ങൾ. എന്നാൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻസ്ട്രക്ഷൻ, നമ്മൾ നൽകുന്ന നിർദ്ദേശം അത് ഫോളോ ചെയ്യുക, അതിനെ പിന്തുടരുക, അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതുപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി, അതിൻ്റെ റിസൾട്ട് കാണും. പിന്നെ റിസൾട്ട് മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നത് ഗുണകരമാണ്, നല്ലതാണ്. അപ്പോൾ നമ്മൾ മെഡിറ്റേഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. 5 മിനിറ്റ് മാർഗനിർദ്ദേശം കഴിഞ്ഞു. ഇനി നമ്മൾ 10 മിനിറ്റാണ് ഇതിലെ മെഡിറ്റേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. 10 മിനിറ്റ് ധാരാളമാണ്. അതിൻ്റെ മേലെ മെഡിറ്റേഷനുകളൊക്കെ ഉണ്ട്. അതിൻ്റെ മേലെ വ്യത്യസ്തമായ മെഡിറ്റേഷനുകളുണ്ട്, നൂറുകണക്കിന് മെഡിറ്റേഷനുകളുണ്ട്. എന്നാൽ ഇതിൽ നമ്മൾ ബേസിക്കലി നമുക്ക് ഗുണം ചെയ്യുന്ന, പലപ്പോഴായി പലരും പലതരം പ്രയാസങ്ങളായി പറഞ്ഞപ്പോഴൊക്കെ അതിന് അപ്പോഴേ നമ്മൾ കരുതാറുള്ളതാണ് ഒന്ന് ഉപയോഗപ്പെടുത്താമെന്നത്. മെഡിറ്റേഷന്റെ ഇസ്ലാമിക മാനം എന്താണ് എന്നും മറ്റുമൊക്കെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ എല്ലാ ദിവസവും 6 മുതൽ 7 വരെയുള്ള ക്ലാസ്സിൽ ഒരു ദിവസത്തെ സബ്ജക്റ്റ് തന്നെ അതായിരുന്നു. ആ ലൈവ് ക്ലാസ് ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാണ്. അഥവാ മെഡിറ്റേഷൻ ഇസ്ലാമികമാണോ, പറ്റുമോ ഇല്ലയോ എന്നൊക്കെ സംശയമുള്ളവർ അവിടെ ഒന്ന് കേട്ടാൽ നന്നാകും. അപ്പൊ നമ്മൾ മെഡിറ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. ചെയ്യേണ്ടത്, ശരീരം ഒന്ന് ഫ്രീ ആയിട്ട്, കൈയും കാലൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക. റെക്കോർഡ് നൽകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കൈയും കാലം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക. വളരെ സ്ലോ ആയിട്ട് കണ്ണുകൾ അടക്കാം. കണ്ണടക്കുന്നു. സ്ലോലി ക്ലോസ് യുവർ ഐസ്. കണ്ണടക്കുന്നു. ശ്വാസം സോഫ്റ്റായി ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുന്നു. വളരെ സ്ലോ ആയി ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇപ്പോൾ ശ്വാസത്തിലേക്ക് തന്നെ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പൂർണ്ണ ശ്രദ്ധ ശ്വാസത്തിലാണ്. അങ്ങനെ ആവർത്തിക്കുന്നു. ഓരോ ശ്വാസവും നമ്മുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു. ഓരോ ശ്വാസവും ഉള്ളിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ നല്ല ആശ്വാസം, ആനന്ദം, ഒരു കുളിർമ തല മുതൽ കാലുവരെ സ്പ്രെഡ് ആകുന്നു. ഓരോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ശരീരത്തിൽ നിന്ന് മുഴുവൻ ഡേർട്ടി എനർജി, ഡേർട്ടി തോട്ട്സ് എല്ലാം പുറത്തേക്ക് കളയുന്നു. നോർമൽ ബ്രീത്തിങ്ങിലേക്ക് വരുന്നു. ഞാൻ പറയുന്നത് തന്നെ ശ്രദ്ധിക്കുന്നു. ഇപ്പൊ പൂർണ്ണമായി ഞാൻ പറയുന്നത് പൂർണ്ണമായി ശ്രദ്ധിക്കുന്നു. എൻ്റെ ഓരോ വാക്കും ഫോളോ ചെയ്യാൻ കഴിയും. എൻ്റെ ഓരോ വാക്കും ഉപയോഗപ്പെടുത്താൻ കഴിയും. ഓരോ വാക്കും ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കും. പുറത്തുനിന്ന് ഏത് ശബ്ദം കേട്ടാലും എൻ്റെ ശ്രദ്ധയിലേക്കാണ്, എൻ്റെ ശബ്ദത്തിലേക്കാണ് ശ്രദ്ധ തിരിച്ചു വരിക.
ഇനി ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നു. എൻ്റെ വാക്കുകളെ പൂർണ്ണമായി നിങ്ങൾ ഫോളോ ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമാണ്. ജീവിതത്തിൽ വളരെയേറെ വിലമതിക്കുന്ന ധാരാളം അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം. അള്ളാഹു നമുക്കാവശ്യമായ സർവാനുഗ്രഹങ്ങളും നമ്മിലേക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അള്ളാഹു സമ്പൂർണനാണ്. നമ്മെയും നമ്മുടെ ലോകത്തെയും സൃഷ്ടിച്ച സമ്പൂർണനാണ് അള്ളാഹു. നമുക്കാവശ്യമായ സർവ്വതും തരാൻ ശേഷിയുള്ളവനാണ് അള്ളാഹു. നമ്മുടെ ആവശ്യവും അനാവശ്യവും അറിയാവുന്ന, നമ്മൾ എന്ത് ഇഷ്ടപ്പെടണം എന്ത് ഇഷ്ടപ്പെടരുത് എന്നറിയാവുന്ന സമ്പൂർണനായ നമ്മളോട് കരുണയുള്ളവനാണ് അള്ളാഹു, ഈ ലോകരക്ഷിതാവ്. അള്ളാഹുവിനെ നാം ഇഷ്ടപ്പെടുന്നു, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ടുള്ള കാലയളവിൽ നമുക്കാവശ്യമായ സന്തോഷം, ആനന്ദം, അഭിമാനം, ആത്മവിശ്വാസം ഇതെല്ലാം തരാൻ അള്ളാഹു സദാ സന്നദ്ധമാണ്. ഇതെല്ലാം നാം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള കാലയളവിൽ നമുക്കാവശ്യമായ കഴിവുകൾ സംഭരിക്കാനും നമുക്കാവശ്യമായ നേട്ടങ്ങൾ നേടിയെടുക്കാനും ആവശ്യമായ സർവ്വ കഴിവുകളും അള്ളാഹു നമുക്ക് നൽകും. നമുക്ക് നൽകുന്ന കഴിവുകൾ മറ്റൊരാൾക്കും തടയാൻ ശേഷിയില്ല. നമുക്ക് അള്ളാഹു തരാൻ തീരുമാനിക്കാത്ത ഏതെങ്കിലും കാര്യങ്ങൾ അത് തരാനും ഈ ലോകത്തൊരാൾക്കും കഴിയില്ല. അള്ളാഹുവിൽ നാം പൂർണ്ണമായി പ്രതീക്ഷയർത്തും. നമ്മെയും നമ്മുടെ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നൊരു സ്രഷ്ടാവിൽ നാം ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും അതിനെല്ലാം ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് മൂല്യങ്ങളും ഒരുപാട് നമുക്കറിയാത്തതുമായ വശങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം വലിയ പ്രതീക്ഷ വെക്കുന്നു. നമ്മുടെ ജീവിതത്തെ നാം സ്നേഹിക്കുന്നു, നാം അംഗീകരിക്കുന്നു. കാരണം ആ ജീവിതം നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഗിഫ്റ്റാണ്, സമ്മാനമാണ്, ഔദാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ സർവ്വതും നാം അംഗീകരിക്കുന്നു. നമ്മുടെ ജീവിതം, നാം ഈ വുജൂദ്, നമ്മൾ ഈ ലോകത്തുണ്ട് എന്നത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. നാം അതിന് ശുക്ർ പറയുന്നു, നന്ദി പറയുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരത്തിലെ കണ്ണ്, കണ്ണിന്റെ കാഴ്ച, കണ്ണിന്റെ ഘടന, മൂക്ക്, മൂക്കിന്റെ ഉപയോഗം, വായിന്റെ ഉപയോഗം, വായുടെ ഉപയോഗം, നാവ്, ചുണ്ട്, നെറ്റി, പുരികം, എല്ലാ ശരീരഭാഗങ്ങളും, ഇതിലെല്ലാം ഒരുപാട് 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 അനുഗ്രഹങ്ങളുണ്ട്. തല മുതൽ കാല് വരെയുള്ള ഓരോ അവയവം, അതെല്ലാം അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ്. നമ്മൾ അതിനെല്ലാം മനസ്സറിഞ്ഞ് ശുക്ർ പറയുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ അത്രയേറെ വലുതാണ്. ഇനി നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്കാവശ്യമില്ലാത്ത ഉപദ്രവകരമായ എല്ലാ ചിന്തകളെയും ശക്തികളെയും നാം പുറന്തള്ളാൻ പോവുകയാണ്. ഇപ്പൊ ഞാനൊരു ഡിവൈൻ ലൈറ്റ് ഈ ഓരോരുത്തരുടെ തലക്ക് മേലെയും വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് വിതരണം ചെയ്യുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സർവ അമ്പിയാക്കളും പറഞ്ഞ ഏറ്റവും മഹത്വമുള്ള ഈ കലിമത്ത്, അത് ഡിവൈൻ ലൈറ്റ്, ഇലാഹി നൂറിന്റെ കേന്ദ്രമാണ്. ആ ഡിവൈൻ ലൈറ്റ് ഉപയോഗിച്ച് ഈ നിമിഷം മുതൽ എൻ്റെ ഓരോ വാക്കിൻ്റെ കൂടെയും ശരീരത്തിലെ എല്ലാ നെഗറ്റീവും, മനസ്സിലെ എല്ലാ നെഗറ്റീവും പുറന്തള്ളുകയും ആ ഭാഗങ്ങളിലെല്ലാം ഒരു ഡിവൈൻ ലൈറ്റ് മുഖേന, അള്ളാഹുവിൻ്റെ റഹ്മത്ത് മുഖേനയുള്ള എല്ലാതരം ആവശ്യമുള്ള ശക്തിയും കഴിവും നൂറും വെളിച്ചവും പ്രഭയും ഇവിടങ്ങളിലെല്ലാം ഇപ്പൊ ആക്സസ്, അവിടെ വിതരണം
നടക്കാൻ പോവുകയാണ്. ഇപ്പൊ നിങ്ങളുടെ തലയുടെ എല്ലാ കോശങ്ങളിലേക്കും ആ ഡിവൈൻ ലൈറ്റ് ഉപയോഗിച്ച് ശാക്തീകരിക്കുന്നു, എനർജൈസിങ് ചെയ്യുന്നു. ഈ സെക്കൻഡുകൾ കൊണ്ടത് സാധ്യമാവുന്നു. തലയുടെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ പ്യൂരിഫൈഡ് ആണ്. ഇപ്പൊ കഴുത്തിന്റെ എല്ലാ കോശങ്ങളും, ഇനി രണ്ട് കൈ, തോള് മുതൽ രണ്ട് കൈ വരെയുള്ള എല്ലാ ഭാഗങ്ങളും ശുദ്ധീകരിക്കപ്പെടുന്നു. ആ ഭാഗങ്ങളിലെ സർവഭാരവും പൂർണ്ണമായി നിർമാർജനം ചെയ്യപ്പെടുന്നു. അവിടങ്ങളിലെല്ലാം ഈ ലൈറ്റ് ഉപയോഗിച്ച് ആവശ്യമായ സർവ ഗുണങ്ങളും ശാക്തീകരണവും നടക്കും. ഇപ്പോൾ നമ്മുടെ ഉടൽ അഥവാ ചുമലിന് താഴോട്ടുള്ള ശരീരഭാഗങ്ങൾ, ആന്തരിക അവയവങ്ങളും ബാഹ്യാവയവങ്ങളും എല്ലാം ശാക്തീകരിക്കപ്പെടുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നു. സെക്കൻഡ്സുകൾ കൊണ്ടത് നടക്കുന്നു. അന്നനാളം, ശ്വാസകോശം, ലിവർ, പാൻക്രിയാസ്, ആമാശയം, കിഡ്നി, എല്ലാ ശരീരാവയവങ്ങളും വളരെ സെക്കൻഡുകൾ കൊണ്ട് ക്ലെൻസ് ചെയ്യപ്പെടുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നു. അതേസമയം വളരെ സന്തോഷകരമായി, സുരക്ഷിതമായി, വളരെ ആനന്ദകരമായി അവിടെ ശാക്തീകരിക്കപ്പെടുന്നു. ശരീരത്തിന്റെ ഭാരം അവിടങ്ങളിൽ നിന്നെല്ലാം കുറഞ്ഞു കുറഞ്ഞു പോകുന്നു. അവിടുന്ന് താഴോട്ടുള്ള അവയവങ്ങൾ, രണ്ട് കാലിന്റെ ഓരോ 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 ഭാഗങ്ങളും അവിടെ ഓരോന്നും ശുദ്ധീകരിക്കപ്പെടുന്നു, പൂർണ്ണമായി ക്ലൻസ് ചെയ്യപ്പെടുന്നു. അവിടെയെല്ലാം പുതിയ ഡിവൈൻ ലൈറ്റ് ഉപയോഗിച്ച് ശാക്തീകരണം നടക്കുന്നു, എനർജൈസിങ് നടക്കുന്നു. എല്ലാ പെയിനും പുറത്തേക്ക് പോകുന്നു. അവിടെയെല്ലാം നല്ല പുതിയ ഊർജം വിതരണം ചെയ്യപ്പെടും. കാലിന്റെ മുട്ടു മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളെല്ലാം പൂർണ്ണമായി ശുദ്ധീകരിച്ച് ശാക്തീകരണം നടക്കുന്നു. ഭാരങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നു. അവിടെയെല്ലാം ഒരു സുഖകരമായ അവസ്ഥ വരും. കാലിന്റെ വിരല് വരെ, കാൽപാദങ്ങൾ എല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നു. ഇപ്പൊ നമ്മുടെ ശരീരം തല മുതൽ കാല് വരെ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടു, പൂർണ്ണമായി ശാക്തീകരിക്കപ്പെട്ടു, പൂർണ്ണ ആനന്ദത്തിലാണ്. ശരീരത്തോടൊപ്പം മനസ്സും, മനസ്സിലെ എല്ലാ മോശം ചിന്തകളും, മനസ്സിലെ മുഴുവൻ നെഗറ്റീവ് സ്റ്റോറേജ് എല്ലാം നാം ഈ സമയത്ത് പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ മനസ്സിൽ നന്മ മാത്രം, സന്തോഷം മാത്രം, പ്രതീക്ഷ മാത്രം. പ്രതീക്ഷകൾ നിറഞ്ഞ ആനന്ദകരമായ നല്ലൊരവസ്ഥയിൽ ഇപ്പൊ നമ്മുടെ ശരീരം, മനസ്സ് പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടുകയും ശാക്തീകരിക്കുകയും ചെയ്യുന്നു. വളരെ അനായാസകരമായി, അനിവാര്യമായ, അത്ഭുതകരമായ വലിയൊരാവശ്യം ഇപ്പോൾ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. നാം സന്തോഷവാന്മാരാണ്, നാം സന്തോഷമുള്ളവരാണ്, നാം നന്ദിയുള്ളവരാണ്. ഈ അനുഗ്രഹം നമുക്ക് നൽകിയ യഥാർത്ഥ സൃഷ്ടാവിനോട് നാം നന്ദിയുള്ളവരാണ്. നാം ആ സൃഷ്ടാവിനോട് സന്തോഷമുള്ളവരാണ്. അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. കുറച്ച് സെക്കൻഡുകൾ ശരീരത്തെ ശാന്തമായി വിശ്രമിക്കാൻ വിടുന്നു. ഏതാനും സെക്കൻഡുകൾ. എവിടെ
ഇനി നിങ്ങൾക്ക് വളരെ സാവകാശം കണ്ണുകൾ തുറക്കാം. Allah طلب منك إحسان لا كريم إنسان ينسى وصل بما فصادق رسول الله صدق النبي وصدق رسول الله. നമ്മുടെ യൂട്യൂബ് ലൈവ് ക്ലാസ് 6:30 മുതൽ 7:00 വരെ ഉണ്ടാകാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നും ഉണ്ടാകും. ലൈവ് ക്ലാസ്സുകൾ കാണുന്നത് നമ്മുടെ ഇതേ ചിന്തക്ക് ബലം നൽകാനും കൂടുതൽ പഠിക്കാനും വിഷയങ്ങൾ അറിയാനും ഒക്കെ ഉപകാരം ചെയ്യും. താല്പര്യമുള്ളവർക്ക് ലൈവ് ക്ലാസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നാളെയും മറ്റന്നാളും ഇതിൻ്റെ തുടർച്ചയായുള്ള അടുത്ത സ്റ്റെപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള മെഡിറ്റേഷൻ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ഈ മെഡിറ്റേഷൻ്റെ ക്ലാസ് നാളെയും നൽകും, മറ്റന്നാൾ കൂടി നൽകും. സമയം ഇതേപോലെ തന്നെ ആയിരിക്കും. നമ്മുടെ ധാരാളം പ്രോഗ്രാമുകൾ നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ, ടീച്ചിങ് മേഖലയിലുള്ളവർ, പാരന്റിങ്ങിൽ വിഷയമുള്ളവർ, ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ, ഇത്തരം വിഷയങ്ങളിലെല്ലാം നമുക്കേറെ സഹായകമാകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം. അത് താല്പര്യമുള്ളവർക്കൊക്കെ ഉപയോഗപ്പെടുത്താം. ഫിസിക്കലായും ഓൺലൈനായിട്ടൊക്കെ നടക്കുന്നുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നടക്കുന്നുണ്ട്. അതേക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വീഡിയോകളിലൊക്കെ ഉണ്ട്. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ടുള്ള അവസരങ്ങളിൽ ചെറുതായിട്ട് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്യാം. ഒരു ചോദ്യം, മാനിഫെസ്റ്റേഷനെ കുറിച്ച്, അതിൻ്റെ ഇസ്ലാമികതയെ കുറിച്ച് പറയുമോ? കഴിഞ്ഞൊരു ദിവസം മാനിഫെസ്റ്റേഷനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട് ലൈവിൽ. ആ ലൈവ് ഒന്ന് കണ്ടാൽ മതി. ആ ലൈവിൽ വളരെ അത്യാവശ്യം ആവശ്യമായ രീതിയിലൊക്കെ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കണ്ടാൽ മതി. ഇൻഷാ അല്ലാഹ് ഇന്ന് ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവർക്കും സന്തോഷം നേരുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും.